പ്രകൃതിയുടെ ശാന്തതയും പരിചരണത്തിന്റെ ആത്മാവും ഒത്തുചേരുന്ന ഒരിടം. ആയുർ ഗ്രീൻ ഹോസ്പിറ്റൽസ് പ്രതീക്ഷയുടെ വെളിച്ചം തേടിയെത്തുന്ന അനവധി ജീവിതങ്ങൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന ഇടം. അവിടെ റീഹാബിലിറ്റേഷൻ രംഗത്ത് കരുതലിനും സാമൂഹിക പങ്കാളിത്തത്തിനും പുതിയൊരു മാതൃക തീർക്കുകയാണ് റീഹാബ് വില്ലേജ്. വളരെ സ്നേഹത്തോടെയും വളരെ ക്ഷമയോടെയും വളരെ കരുതലോടെയും വളരെ കൃത്യതയോടെയും ചെയ്യേണ്ടുന്ന ഒരു ആതുര ശുശ്രൂഷ രീതിയാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായിട്ട് 25 വർഷത്തിലധികമായി വളരെ സമന്വയമായ രീതിയിൽ വളരെ സമഗ്രമായ രീതിയിൽ ആയുർ ഗ്രീനിൽ റീഹാബിലിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവിധ ചികിത്സാ രീതികളെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഇവിടെ വരുന്ന രോഗികൾക്ക് എല്ലാ തരത്തിലും ആശ്രയമാവേണ്ടതുകൊണ്ട് തന്നെ ആ പൂർണ്ണത, ആ സമ്പൂർണ്ണത ആയുർവേദിൻ്റെ ഉത്തരവാദിത്തമാണ്. റീഹാബിലിറ്റേഷൻ സമ്പൂർണ്ണമാവുന്നത് അതിൻ്റെ ടൈംലി മാനേജ്മെൻറ്റിലൂടെയാണ്. ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് ലഭ്യമാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും സൗകര്യമൊരുക്കേണ്ടത് ഉത്തരവാദിത്തം ആയുർവേദിൻ്റേതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ താമസ സൗകര്യവും. അത് ലഭ്യമാക്കുന്നതിനുള്ള സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാമാണ് ശരിക്ക് റീഹാബ് വില്ലേജ് പ്രോഗ്രാം. ചുറ്റുപാടിനുമുള്ള ഹോം സ്റ്റേ, സർവീസ് അപ്പാർട്ട്മെൻറ്റ്സ്, സർവീസ് വില്ലാസ് തുടങ്ങിയ സൗകര്യങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് റീഹാബ് വില്ലേജ്. ഇതിലൂടെ ഈ ചുറ്റുപാടിലുമുള്ള എല്ലാവർക്കും ഒരു സംസ്കാരം ലഭ്യമാവുന്നുണ്ട്. അതാണ് റീഹാബ് സംസ്കാരം. അതുകൊണ്ട് തന്നെ അത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് പുതിയൊരു ടൈറ്റിൽ കൂടി ലഭ്യമാക്കുന്നുണ്ട്, റീഹാബ് ടൂറിസം എന്ന വാക്ക്. ആയുർ ഗ്രീനിൽ ചികിത്സ ഒരു സേവനം മാത്രമല്ല, മറിച്ച് പ്രതീക്ഷ പുനർനിർമ്മിക്കുന്ന ഒരു ദൗത്യമാണ്. നമുക്കറിയാം, ആയുർ ഗ്രീൻ ഹോസ്പിറ്റൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഓർത്തോ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലാണ്. ആയുർ ഗ്രീൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് റീഹാബ് വില്ലേജ് എന്ന ഒരു കൺസെപ്റ്റ്. റീഹാബ് വില്ലേജ് എന്ന ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സാണ്. ഒരു പേഷ്യൻറ്റിന് സാധാരണ ഒരു ഹോസ്പിറ്റൽ വാസത്തെക്കാളും കൂടുതൽ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഹോസ്പിറ്റലിൽ താമസിച്ച് ചികിത്സിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് സാധാരണ റീഹാബിലിറ്റേഷൻ കേസുകളിൽ ഉണ്ടാവാറുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ ആയുർ ഗ്രീനിൽ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ആയുർ ഗ്രീനിൽ വരുന്ന ഓരോരുത്തർക്കും, സാധാരണ ആയുർ ഗ്രീനിൽ വരുന്ന പേഷ്യൻസിന് റൂം കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കിട്ടാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത്തരം ഒരു സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു പദ്ധതി നമ്മൾ പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രോഗികളെ സംബന്ധിച്ചിടത്തോളം റൂം ലഭ്യമാവാത്തത് മൂലം അവരുടെ ചികിത്സയിലുള്ള കാലതാമസം ഒഴിവാക്കാനും അതുപോലെ തന്നെ കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കാനും റീഹാബ് വില്ലേജ് പദ്ധതിയിലൂടെ സാധിക്കുന്നുണ്ട്. റീഹാബ് വില്ലേജ് എന്നത് ഒരു ചികിത്സാ പദ്ധതി മാത്രമല്ല, ഇതിലൂടെ നമുക്ക് ചുറ്റിനുമുള്ള ആർക്കും തന്നെ ഈ ഒരു പദ്ധതിയായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ താമസ സൗകര്യം, അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യം, വാഹന സൗകര്യം എന്നിവ ഒരുക്കാൻ പറ്റുന്ന ആർക്കും തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ്. രോഗമുക്തി എന്നത് ഒരു മെഡിക്കൽ പ്രക്രിയ എന്നതിലുപരി മനുഷ്യനെ മുഴുവനായി മനസ്സിലാക്കി കൈപിടിച്ചു നടത്തുന്ന ഒരു യാത്രയാണെന്ന് ആയുർ ഗ്രീൻ വിശ്വസിക്കുന്നു. റീഹാബ് വില്ലേജ് എന്നുള്ളത് ആയുർ ഗ്രീനിൽ എത്തുന്ന പേഷ്യൻസിന് ഒരു താമസ സൗകര്യം എന്നതിനപ്പുറത്തേക്ക് ഇന്ന് ആയുർ ഗ്രീൻ ഫൗണ്ടേഷന് കീഴിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമഗ്രമായ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് കൂടിയാണ്. ആയുർ ഗ്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ എടപ്പാൾ കാവിൽപ്പടി എന്ന് പറയുന്ന പ്രദേശത്തെ ഈ കമ്മ്യൂണിറ്റിയിലെ കുടുംബങ്ങളെയും പ്രദേശവാസികളെയും ചേർത്തുകൊണ്ട് ചികിത്സക്കൊപ്പം തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളും അവസരങ്ങളും നൽകിക്കൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ഈ പ്രൊജക്റ്റിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങുകയും കമ്മ്യൂണിറ്റിയിലെ ആളുകളെ നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ബെനിഫിറ്റ്സും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റികളൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതുവഴി അവർ ഹോസ്പിറ്റലുമായിട്ട് അവരുടെ കയ്യിലുള്ള അക്കോമഡേഷൻസ്, താമസ സൗകര്യങ്ങൾ ലിങ്ക് ചെയ്യുകയും പിന്നീട് നമ്മൾക്ക് വരുന്ന പേഷ്യൻസ്, ആയുർവേദിയിൽ എത്തുന്ന പേഷ്യൻസ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് അവിടെ താമസിക്കുകയും അതേസമയം ആയുർവേദിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുകയുണ്ടായി. ഈ രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ഈ രീതിയിൽ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി എന്നതിനൊക്കെ അപ്പുറത്തേക്ക്
അവരുടെ ഹീലിംഗ് ജേണിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റും അവരെ സഹായിക്കുന്ന ആളുകളും ആ രീതിയിൽ അവർക്ക് അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു അനുഭൂതി അവർക്ക് അവിടെ ലഭ്യമാകണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതേസമയം ഈ ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള ഒരു പ്രദേശത്തെ കമ്മ്യൂണിറ്റിക്ക് ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി, ഒരു സ്ഥിരമായ വരുമാന മാർഗം പ്രൊജക്റ്റ് വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ രീതിയിൽ ഒരു പേഷ്യൻറ്റിൻ്റെ റീഹാബിലിറ്റേഷനും അതേ സമയത്ത് ആയുർഗ്രീൻ ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റും ഒരേ സമയത്ത് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് റീഹാബ് വില്ലേജ് എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ പേര് ഹഫ്സ. എൻ്റെ വീട് കണ്ടനാത്താണ്. എൻ്റെ വീടാണിത്. എൻ്റെ വീട്ടിൽ ആയുർഗ്രീൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി ഒരു റൂം അന്വേഷിച്ച് വന്നതാണ് അന്ന്. അപ്പോൾ കോട്ടേഴ്സിൽ ഒരുപാട് അന്വേഷിച്ചപ്പോൾ അവിടെ കോട്ടേഴ്സ് ഉണ്ട്, അവിടെ റൂമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കേട്ട് അന്വേഷിച്ചിട്ടാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. തോമസ് പറഞ്ഞ് നിങ്ങൾ കോട്ടേഴ്സ് കാലിയായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് തരികയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എടുത്തോളാന്ന് പറഞ്ഞു. അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെയാണ് ഇപ്പോൾ കോട്ടേഴ്സ് രണ്ടും ഇപ്പോൾ ആയുർവേദികൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിൽ ആൾ വരുമ്പോൾ വീടും കൊടുക്കും, കോട്ടേഴ്സിലേക്കാണ് ആൾ വരുന്നത് വെച്ചാൽ അതും കൊടുക്കും. പിന്നെ വീട്ടിൽ നിൽക്കുന്നവരാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് ഞാൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാവരും വന്ന് കഴിച്ച ആൾക്കാർക്കൊക്കെ നല്ല തൃപ്തിപ്പെട്ടിട്ടാണ് പോയിട്ടുള്ളത്. രോഗി അല്ലെങ്കിൽ പേഷ്യൻ്റാന്ന് കണക്കാക്കലില്ല. എൻ്റെ ഒരു കൂടെപ്പറപ്പ് പോലെയാണ് അവരെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അവരിപ്പോഴും ഇന്നായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കിട്ടലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല സന്തോഷമുള്ളൊരു കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ആ ഒരു ദുഃഖത്തിലിരിക്കുന്ന സമയത്താണ് ഇത് വന്നത്. അപ്പോൾ എൻ്റെ മൈൻഡൊക്കെ കുറേ ഇതിൻ്റെ മുകളിലേക്ക് തിരിഞ്ഞ കാരണം എനിക്ക് ആ വിഷമത്തിൽ നിന്നൊക്കെ കുറേ രക്ഷപ്പെടാൻ പറ്റി. അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിഹാബ് വില്ലേജ് എന്നുള്ളത് ആയുർവേദിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതിൽ വരുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത് ആളുകൾ. പിന്നെ നാട്ടുകാർ ഉണ്ട്, അവർക്ക് ജോലി അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരുപാട് പ്രവാസികളും അതേപോലെ തന്നെ പുറത്ത് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെല്ലാം വീട് അടഞ്ഞു കിടക്കുകയാണ്. അതിന് പ്രോപ്പർ മെയിൻ്റനൻസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആ വീട് ലൈവാകുന്നുണ്ട്. അവർക്കൊരു വരുമാനം വരുന്നുണ്ട്. എങ്കിൽ തന്നെ അതേപോലെ തന്നെ ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾക്ക് അവർക്ക് ഒരു ഫീൽ അറ്റ് ഹോം രീതിയിലുള്ള താമസ സൗകര്യം, ചികിത്സാ സൗകര്യം ലഭിക്കുന്നുണ്ട്. എൻ്റെ പേര് അനസ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഉമ്മാൻ്റെ സ്റ്റോക്ക് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഞാൻ എൻ്റെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ കെയർ ഓഫിൽ ആയുർവേദിനെ പരിചയപ്പെട്ട് ആയുർവേദിൽ വന്ന് ഉമ്മാക്ക് പെയിനും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വെറും ഒരു തെറാപ്പി മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നമ്മൾ ആയുർവേദം കൂടി രണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നമ്മൾ പരിചയപ്പെട്ട് ഇവിടെ എത്തിപ്പെട്ടത്. അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി ഞാനിവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഇവരെ ഒരു റിഹാബ് വില്ലേജിൻ്റെ അണ്ടറിൽ അങ്ങനെയാണ് താമസിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ എന്നെക്കാട്ടും ബെറ്റർ പുറത്ത് താമസിക്കാൻ. കാരണം ഉമ്മാനി നമുക്ക് ഫാമിലിയിലായിട്ട് താമസിക്കാൻ നല്ല സൗകര്യമുള്ളത് പുറത്തായിരിക്കും. ഞാനാണ് ഇവർ പുറത്ത് റിഹാബ് വില്ലേജ് കാണിച്ചാണ്. അപ്പോൾ 1-2 വില്ലേജ് കാണിച്ചാൽ ഞാൻ എടുത്ത് താമസിക്കുന്ന ഈ വീട് അൽഹംദുലില്ലാ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്കൊരു നാട് വിട്ടതിൻ്റെ ഒരു ഫീല് നമുക്കറിയപ്പെടുന്നില്ല. കാരണം എല്ലാം കൊണ്ട് നമുക്കൊരു സ്വന്തം വീട്ടിലെങ്ങനെ താമസിക്കുന്ന അതുപോലെയുള്ള ഒരു ഫീലാണ്. പിന്നെ ഞാൻ നിന്നിരുന്നത് ഇവിടെ ആയുർവേദിൻ്റെ തന്നെ റിഹാബ് വില്ലേജ് എന്ന് പറഞ്ഞൊരു വീട്ടിലായിരുന്നു. എന്താ പറയുക, നമ്മളൊരു വീട്ടിൽ നിൽക്കണ ഫീൽ തന്നെ ആയിരുന്നു. നമുക്കൊന്നും കൂടി അഫോർഡബിലിറ്റി ആയിട്ടുള്ള സംഭവമാണ് റിഹാബ് വില്ലേജ്. ഇവിടെ എന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റാഫ് ആയാലും ഡോക്ടേഴ്സ് ആയാലും തെറാപ്പിസ്റ്റുകളായാലും എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആൻഡ് കെയറിങ് ആണ്. പിന്നെ ഞങ്ങളിവിടെ നിൽക്കുന്നത് റിഹാബിലാണ്. അവിടെയും ഇതുപോലെ തന്നെ നമുക്ക് വേണ്ട ആവശ്യങ്ങളും എല്ലാം ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം വളരെ ഒരു മികച്ച രീതിയിൽ തന്നെയാണ്. ആയുർവേദ ഹോസ്പിറ്റൽ വന്നതിന് ശേഷം എനിക്കും വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്, നാട്ടിനും വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അവരിവിടെ വന്ന് നമ്മുടെ കുടുംബങ്ങളെ പോലെ പെരുമാറിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം, അവർ കൊണ്ടുപോകണം, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കുറേ ആളുകൾ താമസിക്കുന്നത്. അവരൊക്കെ വലിയ കമ്പനിയാണ്, കുടുംബമായിട്ട് തന്നെ കഴിയുന്നത്. അവരുടെ ജീവിതത്തിൻ്റെയും അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായി വന്നതിൽ വലിയ സന്തോഷമുണ്ട്. പൊക്കാട 4-5 കൊല്ലമായി നമ്മളിവിടെ കച്ചവടം തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 5 കൊല്ലത്തിനിടയിൽ ആയുർവേദിൽ ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യം ആൾക്കാർ പുറത്ത് വരുന്നുണ്ട്. അവിടുത്തെ റീഹാബ് വില്ലേജ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ. ഹോസ്പിറ്റല് നല്ല പക്കായിട്ട് പോകുന്നുണ്ട്, നമുക്ക് കച്ചവടമുണ്ട്. അതുകൊണ്ട് പരിസരത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ പേര് സ്വപ്ന.
ഞാൻ റീഹാബ് വില്ലേജിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് 2 വർഷമായിട്ട്. ഇവിടെ ഒരുപാട് പേഷ്യൻസൊക്കെ വരുന്നുണ്ട്. എന്നെ ഇവിടുന്ന് HR നേരിട്ട് വിളിച്ചതാണ് ഈ റീഹാബ് വില്ലേജിലേക്ക് ജോലിക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് ഈ ജോലിക്ക്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ റീഹാബ് വില്ലേജിൽ വരുന്ന പേഷ്യൻസിന് നമ്മളിവിടെ മെഡിക്കൽ ബെഡ്, അതുപോലെ വീൽ ചെയർ, കമ്മോഡ് ചെയർ എല്ലാവരും കൊടുക്കലുണ്ട്. ആയുർവേദിൻ്റെ ഭാഗമായിട്ടുള്ള റിഹാബ് വില്ലേജാണിത്. അപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഈ റിഹാബ് വില്ലേജ് ഇവിടെ തുടങ്ങിയിട്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു 2-3 റൂമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മെല്ലെ റൂംസുകളെല്ലാം കൂടുതലായി അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ റൂംസുകൾ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇവർ നമ്മളൊക്കെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നമ്മളെല്ലാം അതിൽ വണ്ടിയുമായിട്ട് വന്ന് ഓടാനും കാര്യങ്ങൾക്കൊക്കെ റെഡിയാണ്. പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈം പോലെ നമ്മളെ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ വിളിക്കുക. അപ്പോൾ രാവിലെ നമ്മളവരെ പിക്ക് ചെയ്യും, ഹോസ്പിറ്റലിൽ എത്തിക്കും. ഓരോ സ്ഥലത്ത് പോയിട്ട് പിക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇങ്ങോട്ട് വീണ്ടും അവരെ റിഹാബിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് റീഹാബ് വില്ലേജ് തുടങ്ങി വെച്ചത് 2 വർഷം മുന്നേ. തീർച്ചയായിട്ടും നല്ലൊരു പദ്ധതി തന്നെയായിരുന്നു. ചാവൽപ്പൊടി എന്ന ഈ ഗ്രാമത്തിൽ ആയുർവേദിൻ്റെ പങ്ക് വളരെയധികം പ്രാധാന്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ അത് എല്ലാ ആസ്പെക്റ്റിലും ആവശ്യമുള്ളതാണ്. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ, മെൻ്റൽ റീഹാബിലിറ്റേഷൻ, സോഷ്യൽ റീഹാബിലിറ്റേഷൻ, ഫാമിലിയൽ റീഹാബിലിറ്റേഷൻ, എക്കണോമിക്കൽ റീഹാബിലിറ്റേഷൻ. ഈ എല്ലാ ഘടകങ്ങളെയും കോർത്തിണക്കുന്നതിൽ റീഹാബ് വില്ലേജ് പദ്ധതിക്ക് വലിയ റോളുണ്ട്. ആ ഒരു ഹീലിംഗ്, ആ ഒരു റീഹാബ് സംസ്കാരമാണ് ആയുർവേദിൽ പരിപൂർണമാകുന്നത്. ആശുപത്രിയുടെ ചുവരുകൾക്കപ്പുറം പോലും കരുതലിന്റെ സ്പർശം തുടരുന്ന ഒരു പ്രത്യേക സമീപനം ഇവിടെ രൂപം കൊള്ളുന്നു. ആ കരുതലിന്റെയും പ്രതിബദ്ധതയുടെയും ഏറ്റവും മികച്ച ഉദാഹരണമാണ് റീഹാബ് വില്ലേജ്.